ഖാലിസ്ഥാൻ വിഘടനവാദത്തിനെതിരെ തുറന്ന വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പേരുകേട്ട അമേരിക്കയിലെ പ്രമുഖ വ്യവസായം സാമൂഹിക പ്രവർത്തകനുമായ സുഗി ചാഹൽ മരണപ്പെട്ടതായി റിപ്പോർട്ട്. അദ്ദേഹത്തിന്റെ മരണം ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികളിലും ഖാലിസ്ഥാൻ വിരുദ്ധ സമൂഹങ്ങളിലും ഞെട്ടലുണ്ടാക്കി. ഓഗസ്റ്റ് 17 വാഷിംഗ്ടൺ DC-യിൽ നടന്ന ഒരു പ്രധാന ഖാലിസ്ഥാൻ റഫറണ്ടം പരിപാടിക്ക് തൊട്ടുമുമ്പ് ചാഹൽ സജീവമായി എതിർത്തിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച് സംശയങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഖൽസ ടുഡേയുടെ സ്ഥാപകനും സിഒയുമായ ചാഹൽ വിദേശത്ത് പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാനി ഘടകങ്ങളെ ശക്തമായി എതിർത്തിരുന്നു. ഓഗസ്റ്റ് 17 വാഷിംഗ്ടൺ DC-യിൽ നടക്കാനിരിക്കുന്ന ഒരു സുപ്രധാന ഖലിസ്ഥാൻ റഫറണ്ടം പരിപാടിക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, പ്രത്യേകിച്ച് അതിന്റെ സമയം കാരണം, അദ്ദേഹത്തിന്റെ മരണത്തിൽ സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഖാലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകളിൽ നിന്ന് ചാഹലിന് പതിവായി വധഭീഷണികൾ ലഭിച്ചിരുന്നുവെന്ന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും സഹകാരികൾക്കുമിടയിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച ഒരു പരിചയക്കാരന്റെ വീട്ടിൽ ചാഹൽ ഒരു അത്താഴ വിരുന്നിൽ പങ്കെടുത്തതായി അടുത്ത സുഹൃത്തായ ജസ്പാൽ സിംഗ് വെളിപ്പെടുത്തി. ഭക്ഷണം കഴിച്ച അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിച്ചു. അദ്ദേഹം സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ശനിയാഴ്ച സിംഗ് വിശദീകരിച്ചതായിരുന്നു ഇത്. സംഭവത്തിന് മുമ്പ് ചാഹൽ നല്ല ആരോഗ്യവാനായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖൽസ ടുഡേയുടെ സ്ഥാപകനും സിഒയും എന്ന നിലയിൽ വിദേശത്ത് പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ ഘടകങ്ങളുടെ പ്രമുഖ വിമർശകനായിരുന്നു ചാഹൽ. സംഭവത്തെക്കുറിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. മരണകാരണം കൃത്യമായി കണ്ടെത്തുന്നതിനായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാത്തിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ഇന്ത്യ അനുകൂല സമൂഹങ്ങൾക്ക് ചാഹലിന്റെ വിയോഗത്തിലുണ്ടായ ആഘാതം വളരെ വലുതാണ്. തീവ്രവാദത്തിനെതിരായ ധീരമായ ശബ്ദമായി അവർ അദ്ദേഹത്തെ കണക്കാക്കി. US നിയമങ്ങൾ പാലിക്കാനും ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനും അദ്ദേഹം ഇന്ത്യൻ കുടിയേറ്റക്കാരെ നിരന്തരം ഉപദേശിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിയമം ലംഘിക്കുന്ന വിദേശ സന്ദർശകർക്കുള്ള നിയമപരമായ പ്രത്യാഘാതങ്ങൾ എടുത്തു കാണിച്ചു. ഇന്ത്യൻ കുടിയേറ്റക്കാർ US നിയമങ്ങൾ പാലിക്കണമെന്നും കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സുഗി ഉപദേശിക്കുമായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു ക്രമസമാധാന സമൂഹമാണ്. വിദേശ സന്ദർശകരുടെ ആക്രമണം പോലുള്ള കുറ്റകൃത്യങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ US-ൽ നിയമം ലംഘിച്ചാൽ നിങ്ങളുടെ US വിസ റദ്ദാക്കപ്പെടാം. നിങ്ങൾക്ക് US-ലേക്ക് മടങ്ങാൻ യോഗ്യത നഷ്ടപ്പെട്ടേക്കാമെന്നും സുഗി അടുത്തിടെ തന്റെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. പഞ്ചാബിൽ ജനിച്ച 1992 മുതൽ അമേരിക്കയിൽ സ്ഥിര താമസമാക്കിയ ചാഹൽ മറ്റൊരു NRI വിജയ് ഗാദിയോ സിഖ് പ്രവാസി സമൂഹത്തിലെ മറ്റൊരു മുഖമോ മാത്രമായിരുന്നില്ല. ചാർഡികാലയുടെ ആത്മാവ് അചഞ്ചലമായ ശുഭാപ്തി വിശ്വാസവും നിർഭയമായ സത്യസന്ധതയും ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഖൽസ ടുഡേയുടെയും പഞ്ചാബ് ഫൗണ്ടേഷന്റെയും സ്ഥാപകനും ചെയർമാനുമായ ചാഹൽ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളുടെ ഉന്നമനത്തിനും ഹിന്ദു സിഖ് ജൂത ബന്ധം വളർത്തിയെടുക്കുന്നതിനും വളർന്നുവരുന്ന തീവ്രവാദത്തിനെതിരെ ബഹുസ്വരതയ്ക്കായി വാദിക്കുന്നതിനും ശക്തമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സുഗി ചാഹൽ. ഇത്തരം പ്രവൃത്തികൾ സമൂഹത്തിൽ വലിയൊരു സ്വാധീനം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണം മിക്കുള്ളവരിലും വളരെയധികം ദുഃഖം സൃഷ്ടിച്ചത്. ഖാലിസ്ഥാൻ വാദത്തിന്റെ ആക്രമത്തെയും ഭീഷണിയെയും വിഭജനത്തെയും അദ്ദേഹം ഒരുപോലെ തുറന്നു പറഞ്ഞു. സർക്കാരുകളോടുള്ള കൂറുകൊണ്ടല്ല, മറിച്ച് സിഖ് മതം വിഘടനവാദത്തിനോ വിദ്വേഷത്തിനോ അല്ല, സമാധാനത്തിന് നിലകൊള്ളുന്നത് എന്ന അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ നിന്നാണ്. വർഷങ്ങളിലുടനീളം ഇന്ത്യ US തന്ത്രപരവും സിവിൽ ബന്ധങ്ങളും, പ്രത്യേകിച്ച് ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിനുള്ളിൽ അദ്ദേഹം ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥരുമായും US നിയമസഭാംഗങ്ങളുമായും അടുത്ത് സഹകരിച്ച ഒരു വ്യക്തിയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.